നമസ്കാരം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചു. MLA ആയി തുടരണോ വേണ്ടയോ എന്ന തർക്കം പാർട്ടിക്കകത്ത് നടക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു വിഷയം ആര് അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകും എന്നുള്ളതാണ്. അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി എന്തുകൊണ്ടും അബിൻ വർക്കി വരേണ്ടതല്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ട അടുത്ത് തന്നെ നിന്ന ആളാണ്, രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ ആളാണ് അബിൻ വർക്കി. അപ്പോൾ എന്തുകൊണ്ട് അബിൻ വർക്കിയെ പ്രസിഡന്റായി കൊണ്ടുവന്നുകൂടാ? അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു കാര്യം, പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യം, അബിൻ വർക്കി ക്രിസ്ത്യൻ സമുദായത്തിലെ ആളാണ്, KPC പ്രസിഡന്റ് ക്രിസ്ത്യൻ സമുദായത്തിലെ ആളാണ്. അപ്പോൾ എങ്ങനെ സാമുദായിക സമവാക്യങ്ങൾ നേരെ ആകും എന്നത്? എന്നാൽ സാമുദായിക സമവാക്യങ്ങളെ കുറിച്ച് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അവസരത്തിൽ അല്ലേ K സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നത്? അപ്പോൾ ഇവിടുത്തെ ജാതി സമവാക്യങ്ങൾ എവിടെ പോയി? അന്നീ പറയുന്നവർ എന്തുകൊണ്ട് ജാതി സമവാക്യം പറയുന്നില്ല? അപ്പോൾ ഇത്തരത്തിൽ ജാതി സമവാക്യങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള നേതൃപദവിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ വീണ്ടും അതിനെ വീണ്ടും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമല്ലേ ഇവിടെ ഇപ്പോൾ നേതൃത്വം കാട്ടുന്നത്? എന്തായാലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയതുകൊണ്ട് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിക്കൂടാ എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഇത്തരത്തിൽ ഓരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ആണ് ഈ പാർട്ടി ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടം പാർട്ടി AICC പറഞ്ഞിട്ടാണ് രാജിവെച്ചത് എന്ന് AICC പറയുമ്പോൾ പാർട്ടിയെക്കാളും താൻ വലുതാണ് എന്ന് കാണിക്കത്തക്ക രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസ്താവന വരുന്നു, താൻ സ്വയമേവ ആണ് രാജിവെച്ചതെന്ന്. അപ്പോൾ പ്രസ്ഥാനത്തേക്കാൾ വലുതാണോ വ്യക്തി? പ്രസ്ഥാനത്തിന് ഇത്രയും അവമതിപ്പുണ്ടാക്കിയ ഒരു വ്യക്തി ഇനിയും MLA ആയി തുടരണ്ട എന്ന പാർട്ടിക്കകത്ത് ചർച്ചകൾ നടക്കുന്ന അവസരത്തിൽ ഈ യുവനേതാവിന് ഇത്രയും ധാർഷ്ട്യത്തിൻ്റെ ആവശ്യം ഉണ്ടോ? ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പ്രശ്നങ്ങളും മറ്റുമൊക്കെ ആയിരിക്കുന്ന അവസരത്തിൽ കോട്ടയത്തെ CMS കോളേജ് പോലുള്ള ഇടങ്ങളിൽ ഒക്കെ തന്നെ KSU തിരികെ വന്നിരിക്കുന്നു. കോട്ടയത്ത് CPM-നകത്ത് സുരേഷ് കുറുപ്പിനെതിരെ ഉണ്ടായിട്ടുള്ള സുരേഷ് കുറുപ്പിനെ CPM തന്നെ അദ്ദേഹത്തിന് മേൽ കാണിക്കുന്ന ഒരുതരം മാറ്റി നിർത്തൽ, അതിനെതിരെ കോട്ടയത്ത് അദ്ദേഹം തന്നെ പഠിച്ച CMS കോളേജിൽ, സുരേഷ് കുറുപ്പ് പഠിച്ച കോളേജിൽ തന്നെ KSU നേട്ടമുണ്ടാക്കുമ്പോൾ ഇന്നും KSU യൂത്ത് കോൺഗ്രസ് യുവാക്കൾക്കിടയിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ എന്തിന് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ഇങ്ങനെ ഒരു ബലം പിടുത്തം നടത്തണം? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഇതുവരെ കേൾക്കാത്ത പല പേരുകളും പറഞ്ഞു കേൾക്കുന്നു. എന്തിനിങ്ങനെ അബിൻ വർക്കിയെ മാറ്റി നിർത്തണം? അവരുടെ ഗ്രൂപ്പിലൊക്കെ തന്നെ അബിൻ വർക്കിക്കെതിരെ വല്ലാത്ത രീതിയിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നെ അദ്ദേഹത്തിന് അവമതിപ്പുണ്ടാകുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഒക്കെ വരുന്നതായുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും ജനാധിപത്യം കോൺഗ്രസിൽ കൂടിക്കൂടി പ്രസ്ഥാനത്തെക്കാൾ വലിയ നേതാക്കൾ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഒക്കെ തന്നെ അവരുടെ തലമുതിർന്ന നേതാക്കളെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നത്, അതായത് അവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നുള്ളത് കേരള സമൂഹത്തിന് അറിയാം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിളപ്പ് ഈ ഒരു അവസരത്തിൽ തീർന്നിരിക്കുന്നു. ഇനിയെങ്കിലും ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെങ്കിലും ഇവിടുത്തെ യുവ നേതൃത്വം ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും പ്രസ്ഥാനത്തേക്കാൾ വലുതല്ല തങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഉണ്ടായാൽ അവൻ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പ്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞു വയ്ക്കാനുള്ളത്, എന്തിന് ഇങ്ങനെ ജാതി സമവാക്യങ്ങളിൽ തൂങ്ങണം? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി എന്തുകൊണ്ട് അബിൻ വർക്കിക്ക് വന്നുകൂടാ? ഇതുവരെ കേൾക്കാത്ത പല പേരുകളും എന്തിനി കുത്തിത്തിരികണം? ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ഇത്രയധികം അധരവ്യായാമവും ഇത്രയധികം ബുദ്ധിവ്യായാമവും ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഏതായാലും ഇത്രയധികം നാറി കുടിയടിച്ച് കഴിഞ്ഞിട്ടും ഇതിനകത്ത് തമ്മിത്തല്ല് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കേരള സമൂഹം അതിശയിക്കുന്നു. ഇനിയെങ്കിലും ഇവർക്ക് നന്നായിക്കൂടെ?